സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 9th സ്റ്റാൻഡേർഡിൻ്റെ ബയോളജിയിലെ 3ാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്, ശ്വസനവും വിസർജനവും. ഓക്കെ, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. അതിന് മുന്നേ ആയിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ടോപ്പിക്കുകളെന്ന്. മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥ, വാതക വിനിമയം, കോശശ്വസനം, ശ്വസനം മറ്റ് ജീവികളിൽ, യൂറിയ നിർമ്മാണം, മൂത്രരൂപീകരണം, സസ്യങ്ങളിലെ വിസർജനം, ഹീമോഡയാലിസിസ്, വൃക്ക മാറ്റിവയ്ക്കൽ, സമസ്ഥിതി പാലനം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോകുന്നു. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ശ്വസനം. ഓക്കെ, എന്താണ്, നിങ്ങൾക്കറിയാം, നിങ്ങൾ ശ്വസിക്കുന്നുണ്ടെന്ന്. ഓക്കെ, എന്താണ് ശ്വസനം? അപ്പോൾ ജീവികളിലെ ഈ ശ്വസന പ്രക്രിയയെ ലളിതമായി വിശദീകരിക്കുന്നതിൽ വിജയിച്ച ശാസ്ത്രജ്ഞനാണ് 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അന്റോയിൻ ലാവോസിയർ. അപ്പോൾ ലാവോസിയറാണ് ആദ്യമായിട്ട് മനുഷ്യരിലെ അല്ലെങ്കിൽ ജീവികളിലെ ശ്വസന പ്രക്രിയയെ ലളിതമായി നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വിശദീകരിച്ച് തന്നത്. വസ്തുക്കൾ കത്തുമ്പോഴും ജീവികൾ ശ്വസിക്കുമ്പോഴും നടക്കുന്നത് ഒരേ പ്രക്രിയയാണെന്ന് അദ്ദേഹം അനുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, വസ്തുക്കൾ കത്തുന്ന സമയത്തും ജീവികൾ ശ്വസിക്കുന്ന സമയത്തും നടക്കുന്നത് ഒരേ പ്രവർത്തനമാണെന്ന്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പരീക്ഷണം ചെയ്തു. നമുക്ക് നോക്കാം എന്താണ് ആ പരീക്ഷണമെന്ന്. അദ്ദേഹം ചെയ്തത്, ഒരു ചെറിയ ബക്കറ്റ് എടുത്തു. ആ ബക്കറ്റിനകത്തേക്ക് ഒരു ഗിനിപ്പന്നിയെ വെച്ചു. ഈ ഗിനിപ്പന്നി എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും ശാസ്ത്ര പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ജീവിയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒരു ഗിനിപ്പന്നിയെ ആ ചെറിയ ബക്കറ്റിലേക്ക് വെച്ചു. അതിനെ ഐസ് നിറച്ച മറ്റൊരു ബക്കറ്റിലേക്ക് ഇറക്കി വെച്ചു. ഗിനിപ്പന്നിയെ വല കൊണ്ട് മൂടി, ചാടിപ്പോവരുതല്ലോ. ഓക്കെ, ഗിനിപ്പന്നി എന്ത് ചെയ്തു? ഒരു വലയിട്ട് മൂടി. പുറമേ നിന്നുള്ള ചൂട് കൊണ്ട് ഐസ് ഉരുകാതിരിക്കാൻ ആവശ്യമായ ഇൻസുലേഷൻ മുൻകരുതലുകളും എടുത്തു. അതായത് പുറത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കുറേ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ചൂട് കൊണ്ട് ഐസ് ഉരുകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പുറത്തുനിന്നുള്ള ചൂട് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ഐസ് ഉരുകുന്നില്ല. ആ ഐസ് നിറച്ച ബക്കറ്റിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്? ഇപ്പം നമ്മുടെ ഗിനിപ്പന്നിയെ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ മുൻകരുതലുകളൊക്കെ എടുത്തിട്ടും ഐസ് ഉരുകി. അതെങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗിനിപ്പന്നിയുടെ ശരീരത്തിലെ ചൂടേറ്റത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ലാവോസിയർ തെളിയിച്ചു. ജീവിയുടെ ശരീരത്തിൽ നിന്ന് 80 കിലോ കലോറി ഊർജം ഇതിനായി ഉപയോഗിച്ചു എന്ന് അദ്ദേഹം കണക്ക് കൂട്ടിയെടുത്തു. അതായത് ഗിനിപ്പന്നിയുടെ ശരീരത്തിലെ ചൂട് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഐസ് ഉരുകിയത് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഓക്കെ, മനസ്സിലായല്ലോ. ഈ ഊർജ്ജം ലഭിച്ചത് ശ്വസനത്തിലൂടെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഏകദേശം 80 കിലോ കലോറി, നമ്മൾ ഊർജ്ജത്തിൻ്റെ ഒരു യൂണിറ്റായിട്ട് പറയുന്നതാ. അത്ര ഊർജ്ജം എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു യൂണിറ്റാണ് കിലോ കലോറി. അപ്പോൾ ആ ജീവിയുടെ ശരീരത്തിൽ നിന്ന് 80 കിലോ കലോറി ഊർജ്ജം ഇതിനായി ഉപയോഗിച്ചു എന്ന് അദ്ദേഹം കണക്ക് കൂട്ടിയെടുത്തു. ഈ ഊർജ്ജം ലഭിച്ചത് ശ്വസനത്തിലൂടെയാണെന്ന് അദ്ദേഹം കണ്ടെത്തി. മനസ്സിലായല്ലോ. ഒരു തടി കഷ്ണം കത്തുമ്പോൾ ഓക്സിജൻ ഉപയോഗിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡും താപോർജ്ജവും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് എവിടെയും നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു, ശ്വസനത്തിൽ നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മൾ ഓക്സിജൻ വലിച്ചെടുക്കുന്നു, അല്ലേ? മെയിനായിട്ട് നമ്മൾ ഓക്സിജനാണ് യൂസ് ചെയ്യുന്നത്. വലിക്കുമ്പോൾ എല്ലാം വലിക്കുന്നുണ്ട്, അന്തരീക്ഷവായു മുഴുവൻ വലിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? ഓക്സിജൻ നമ്മൾ യൂസ് ചെയ്യുന്നു, അല്ലേ? ശ്വസനത്തിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു? ഊർജ്ജവും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്നു. മനസ്സിലായല്ലോ. ഇതാണ് ആര് പറഞ്ഞത്? നമ്മുടെ ലാവോസിയർ പറഞ്ഞത്. അപ്പോൾ ശ്വസനത്തിൽ ഓക്സിജൻ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുമ്പോഴും ഇതേ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി. തൽഫലമായി അദ്ദേഹം ഒരു കൺക്ലൂഷൻ പറഞ്ഞു. എന്തെന്ന്? ശ്വസനത്തിലും ജ്വലനത്തിലും നടക്കുന്നത് ഒരേ പ്രവർത്തനമാണെന്ന് അദ്ദേഹം ക്രോഡീകരിച്ചു. മനസ്സിലായോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പരീക്ഷണം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിൽ കൂടുതലൊന്നുമില്ല. ഓക്കെ, അദ്ദേഹം എന്താണോ ചെയ്തത് അത് നമ്മൾ പഠിച്ചു. അതിൽ നിന്നാണ് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായത്? ജ്വലനവും അതുപോലെ തന്നെ ശ്വസനവും ഒരേ തരം പ്രവർത്തനമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. ഇനി 2 സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ശ്വസനത്തിലും ജ്വലനത്തിലും ഓക്സിജൻ്റെ പങ്ക് എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ സൂചകം. 2 ഓക്സിജൻ്റെയും ജ്വലനത്തിൻ്റെയും ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. നോക്കിക്കോളൂ. കോശശ്വസനത്തിൽ
ഓക്സിജൻ ഉപയോഗിച്ച് ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് ഊർജ്ജ സ്വതന്ത്രമാകും. അതായത് മക്കളെ, നിങ്ങൾ ശ്വസിക്കുന്നു, ഒന്ന് ശ്വസിച്ചേ, ശ്വാസം എല്ലാവരും വലിച്ചെടുത്ത് ഉള്ളിലേക്ക് ശ്വാസം വലിച്ചേ, അതിന് വിട്ടോ, ഓക്കെ, നിങ്ങൾ വിട്ടു അല്ലേ. അപ്പോൾ ഈ പ്രവർത്തനമാണ് നമ്മുടെ ഉച്ഛ്വാസവും നിശ്വാസവും അല്ലേ. നമ്മുടെ ശ്വസനത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നിങ്ങൾ വലിച്ചപ്പോൾ നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് എത്തിയ ഈ ഓക്സിജൻ ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കും. ഇത് നിങ്ങളുടെ കോശങ്ങൾക്കുള്ളിൽ വെച്ചാൽ നടക്കുന്നത്. ഈ പ്രവർത്തനത്തെ എന്ത് വിളിക്കും? കോശശ്വസനം എന്ന് വിളിക്കും. അപ്പോൾ ഈ കോശശ്വസനത്തിൽ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ഗ്ലൂക്കോസിൻ്റെ വിഘടനം സംഭവിച്ചു. ഈ വിഘടനത്തിൻ്റെ ഫലമായി ഊർജം സ്വതന്ത്രമാകും. മക്കൾക്ക് മനസ്സിലായോ? ഈ വിഘടനത്തിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഊർജം സ്വതന്ത്രമായി. ഇനി ഇന്ധനവും ഓക്സിജനും പ്രതിപ്രവർത്തിച്ച് താപോർജവും പ്രകാശോർജവും ഉൽപ്പാദിപ്പിക്കുന്ന രാസപ്രവർത്തനമാണ് ജ്വലനം. എന്താണ് ജ്വലനം? ഇപ്പം എന്താണ് ശ്വസനം എന്ന് നിങ്ങൾ കണ്ടു. കോശശ്വസനത്തിൽ ഓക്സിജൻ ഉപയോഗിച്ച് ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ചു ഊർജം സ്വതന്ത്രമാക്കി എന്ന് നിങ്ങൾ കണ്ടു. അതേസമയം എന്താണ് ജ്വലനം? ജ്വലനത്തിൽ സംഭവിക്കുന്നത് ഇന്ധനവും ഓക്സിജനും പ്രതിപ്രവർത്തിച്ച്, ഇന്ധനം എന്ന് വെച്ചാൽ എന്താണോ കത്താൻ ഉപയോഗിക്കുന്നത് അത്, ഓക്കെ. അപ്പോൾ ഇന്ധനവും ഓക്സിജനും പ്രതിപ്രവർത്തിച്ച് താപോർജവും പ്രകാശോർജവും ഉൽപ്പാദിപ്പിക്കുന്ന രാസപ്രവർത്തനമാണെന്ത്? ജ്വലനം. മനസ്സിലായോ? അതായത് ഇന്ധനവും ഓക്സിജനും പ്രവർത്തിക്കുന്നു, ആസ് എ റിസൾട്ട് നിങ്ങൾക്ക് താപോർജവും പ്രകാശോർജവും കിട്ടുന്നു. രണ്ടും എന്താണ്? ഊർജത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. ഓക്കെ. ജ്വലനത്തിൽ ഓക്സിജൻ ഉപയോഗിച്ച് ഇന്ധനങ്ങളിൽ നിന്ന് താപോർജവും പ്രകാശോർജവും സ്വതന്ത്രമാക്കുന്നു. ജ്വലനത്തിൽ എന്താ സംഭവിക്കുന്നത്? ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ഇന്ധനങ്ങളിൽ നിന്ന് താപോർജവും പ്രകാശോർജവും എന്താവുന്നു? സ്വതന്ത്രമാകുന്നു. കിട്ടിയല്ലോ, മനസ്സിലായല്ലോ എന്താണ് ജ്വലനം എന്ന് മനസ്സിലായല്ലോ. ഇനി ജീവജാലങ്ങളിലെ നിയന്ത്രണ പ്രക്രിയയായ ശ്വസനത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ശരീരത്തിൽ ശ്വസനം നടക്കുന്നത് ഇങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ടല്ല. അതിന് പകരം ഒരു നിശ്ചിത പാറ്റേണിലാണ് അല്ലെങ്കിൽ ഒരു നിയന്ത്രിതമായ രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ ശ്വസനം നടക്കുന്നത്. എന്നാൽ ജ്വലനം അതുപോലെയല്ല. ജ്വലനം സാധാരണയായി അനിയന്ത്രിതമാണ്. കത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. ജ്വലനം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അത് നമ്മുടെ കൺട്രോളിലല്ല നടക്കുന്നത്, അത് അനിയന്ത്രിതമാണ്. ഇത് മലിനീകരണത്തിനും ദോഷകരമായ വാതകങ്ങൾ പുറത്തുവിടുന്നതിനും കാരണമാകുന്നു. അത് മക്കൾക്കറിയാലോ. ഇത് മലിനീകരണം, ജ്വലനത്തിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഷുവറായിട്ടും മലിനീകരണം നടക്കും. കാരണം ഒരുപാട് എന്ത് പുറത്ത് വരുന്നുണ്ട്? സ്മോക്ക്, ഡസ്റ്റ് പാർട്ടിക്കിൾസും പുകയും ഒക്കെ പുറത്ത് വരുന്നുണ്ട് അല്ലേ. കാർബൺ മോണോക്സൈഡും ഒക്കെ പുറത്ത് വരും. അതുകൊണ്ട് തന്നെ ഈ ദോഷകരമായ വാതകങ്ങൾ എന്ത് ചെയ്യാം? അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാം. ഓക്കെ. ഇനി ശ്വസനത്തിൽ ഇന്ധനമായി വർത്തിക്കുന്നത് ഗ്ലൂക്കോസാണ്. ശ്വസനത്തിൻ്റെ കേസിൽ ഇന്ധനം ഏതാണ്? ഗ്ലൂക്കോസാണ്. ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ഈ ഗ്ലൂക്കോസിന് എന്ത് സംഭവിക്കും? അത് വിഘടിക്കും. ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസ് വിഘടിച്ച് ഊർജം സ്വതന്ത്രമാകും. മനസ്സിലായോ? ഒപ്പം അതായത് ഓക്സിജൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് വിഘടിക്കുന്നു, ഊർജം സ്വതന്ത്രമാകുന്നു. ബൈ പ്രൊഡക്ട്സ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ജലവും താപോർജവും ഉണ്ടാകുന്നു. മനസ്സിലായോ? ബൈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങളായിട്ട് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നു, ജലം കിട്ടുന്നു, താപോർജം കിട്ടുന്നു. ഈ കിട്ടിയ താപോർജത്തിൻ്റെ ഫലമായിട്ടാണ് മക്കളെ നേരത്തെ ഗിനിപ്പന്നീൻ്റെ ശരീരത്തിൽ നിന്ന് ഉള്ള താപമേറ്റ് ഐസ് ഉരുകി എന്ന് നമ്മൾ പഠിച്ചില്ലേ. ഏകദേശം 80 കിലോ കലോറി ഊർജ്ജം അവിടെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ പ്രവർത്തനം നടന്നത് ഇങ്ങനെയാണ്. മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ശ്വസനത്തിൻ്റെയും ജ്വലനത്തിൻ്റെയും ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ശ്വസനത്തിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നു നിങ്ങളിപ്പോൾ പഠിച്ചു. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. ഒന്നാമത്തെ എന്താണ്? CO2 അഥവാ കാർബൺ ഡൈ ഓക്സൈഡ്. രണ്ടാമത്തത് H2O അതായത് ജലം. പിന്നെ എന്തുണ്ടാവുന്നു? താപോർജം. പിന്നെ എന്തുണ്ടാവുന്നു? ATP. എന്താ ATP? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ ATP എന്ന് പറയുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സെല്ലിനെ കുറിച്ച് നമ്മൾ പഠിച്ച സമയത്ത് സെല്ലിനകത്ത് മൈറ്റോകോൺട്രിയ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. സെല്ലിനകത്ത് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ പവർ ഹൗസ് ഓഫ് എ സെൽ. ഒരു കോശത്തിൻ്റെ ഊർജ്ജ നിർമ്മാണശാലയാണല്ലേ ഇത്. അപ്പോൾ ഇറ്റ്സ് എ പവർ ഹൗസ് ഓഫ് എ സെൽ. ഒരു കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ മൈറ്റോകോൺട്രിയ ആണ്. മൈറ്റോകോൺട്രിയയിൽ എനർജി ഏത് ഫോമിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ATPയുടെ ഫോമിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ATP എന്ത് വിളിച്ചു? ഇറ്റ് ഇസ് ദ എനർജി കറൻസി ഓഫ് ദ സെൽ. അതൊരു കോശത്തിൻ്റെ ഊർജ്ജ നാണയം എന്നാണ് നമ്മൾ ATPനെ വിളിക്കുന്നത്. ഫുൾ ഫോം എന്താ?
അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ATP എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. എന്താണത് ശരിക്കും? ഊർജ്ജ നാണയങ്ങളാണ്, അതായത് ഊർജ്ജമാണ്, എനർജിയാണ്, എനർജി ക്യാപ്സ്യൂൾസ് ആണ്. അപ്പോൾ ശ്വസനത്തിൻ്റെ ഫലമായി എന്തൊക്കെ ഉണ്ടായി മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി, ജലമുണ്ടായി, താപോർജ്ജം ഉണ്ടായി, അതുപോലെ തന്നെ എന്തും ഉണ്ടായി? ATP ഉണ്ടായി. ATPനെ കുറിച്ച് പറയുമ്പോൾ അപ്പം തന്നെ ആലോചിക്കോ, ഫുൾ ഫോം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. എന്താ ATP? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അതിനകത്ത് നിറച്ചും എന്താണുള്ളത്? എനർജി ആണുള്ളതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് ശ്വസനത്തിൻ്റെ ബൈ പ്രൊഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ. ഇനി അടുത്തത് ജ്വലനം. കത്തി, എന്തെങ്കിലും ഒരു സാധനം കത്തുന്നതിൻ്റെ ഫലമായി എന്തൊക്കെ ഉണ്ടാവുന്നു? ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ്. എന്ത് സാധനം കത്തുമ്പോഴും അവിടെ ഒരു കാർബൺ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ആവും, അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജലം ഉണ്ടാകുന്നു, അതേപോലെ പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, പ്രകാശോർജം, താപോർജം. പ്രകാശോർജമായാലും താപോർജമായാലും എനർജിയുടെ വിവിധ രൂപങ്ങൾ തന്നെയല്ലേ, ഊർജത്തിൻ്റെ വിവിധ രൂപങ്ങൾ തന്നെയല്ലേ. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഊർജവും തന്നെയല്ലേ രണ്ടിൻ്റെയും ബൈ പ്രൊഡക്ട്സ്. അതുകൊണ്ടാണ് ലാവോസിയർ ഇങ്ങനെ പറഞ്ഞത്, ജ്വലനം എന്ന് പറയുന്നതും ശ്വസനം എന്ന് പറയുന്നതും രണ്ടും ഒരുപോലെയാണ് രാസപരമായിട്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്താണ് ശ്വസനമെന്നും എന്താണ് ജ്വലനമെന്നും അതിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി അല്ലേ? ഇനി ആ കാര്യത്തിൽ ഡൗട്ടില്ലല്ലോ. ഇനി നെക്സ്റ്റ്, നമ്മുടെ ശരീരത്തിൽ ശ്വസനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഉച്ഛ്വാസവും അടങ്ങിയിരിക്കുന്നു, നിശ്വാസവും അടങ്ങിയിരിക്കുന്നു. ഒന്ന് ശ്വാസം വലിച്ചേ, വലിച്ചോ, വിട്ടോ. ഓക്കെ, അപ്പോൾ ശ്വാസം നിങ്ങൾ വലിച്ചു വിട്ടു അല്ലേ? നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്തു, ബ്രീത്ത് ഔട്ട് ചെയ്തു അല്ലേ? അതായത് നിങ്ങൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് അന്തരീക്ഷവായു നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് കയറി. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ഓക്സിജൻ മാത്രമാണെന്ന് ഓർത്തു വെക്കുക. ഇനി നോക്കുക, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ നമ്മൾ വലിച്ച ശ്വാസം, അതായത് നമ്മൾ വലിച്ചെടുത്ത എയർ കടന്നു പോകുന്ന പാത്വേ നമുക്കൊന്ന് പഠിക്കണം. ഓക്കെ, നമ്മൾ വലിച്ച ശ്വാസം കടന്നു പോകുന്ന പാത്വേ നമുക്കൊന്ന് അറിയണം, അതായത് ഏതൊക്കെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന്. അപ്പം നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ചിത്രമാണ്. അവിടെ ആദ്യത്തെ ഒരു 4 പോയിന്റ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, ബ്ലാങ്ക് ആണ്. അത് ഞാൻ അവിടെ ഒരു ടേബിളാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് നോക്കാം. നിങ്ങൾ ശ്വാസം ഒന്നുകൂടെ വലിച്ചോ, ഇനി വിട്ടോ. അപ്പോൾ ശ്വാസം വലിക്കുമ്പോൾ ആദ്യം നമ്മൾ ഏതിലൂടെ വലിച്ചത്? നമ്മുടെ മൂക്കിൻ്റെ ഹോൾസ് അല്ലെ, മൂക്കിൻ്റെ ദ്വാരത്തിലൂടെയാണ് വലിച്ചത്. ഇത്രയും നാൾ നമ്മൾ മൂക്കിൻ്റെ ഓട്ട അല്ലെ, മൂക്കിൻ്റെ ദ്വാരം, ഓപ്പണിങ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ആ ടേംസ് വേണ്ട. അതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? നാസാരന്ധ്രം എന്ന ടേം യൂസ് ചെയ്യണം. എന്താണ് ഫസ്റ്റ് ടേം? നാസാരന്ധ്രം. നാസാരന്ധ്രം എന്ന് വെച്ചാൽ എന്താണ്? മൂക്കിൻ്റെ ദ്വാരം. ഓക്കെ, അപ്പം നാസാരന്ധ്രം എന്താണ്? മൂക്കിൻ്റെ ദ്വാരമാണ് നാസാരന്ധ്രം. രന്ധ്രം എന്ന വാക്കിൻ്റെ അർത്ഥം ഓപ്പണിംഗ് എന്ന് തന്നെയാണ്, ദ്വാരം എന്ന് തന്നെയാണ്. മനസ്സിലായോ? നിങ്ങളൊരു ആസ്യരന്ധ്രത്തിനെ കുറിച്ച് മുന്നേ പഠിച്ചിട്ടുണ്ടാവും. എന്താ ആസ്യരന്ധ്രം? ഇലകളിൽ ഈ എയർ ട്രാൻസ്മിഷൻ നടക്കുന്നത് ഈ ചെറിയ ഓപ്പണിങ്സിലൂടെയാണ് അല്ലേ? ഇലകളുടെ അടിഭാഗത്ത് കാണുന്ന ചെറിയ ഓപ്പണിങ്സ് ആണ് ഇത് ആസ്യരന്ധ്രം. അപ്പോൾ അതുപോലെ നമ്മുടെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ മറ്റ് ജീവികളുടെ മൂക്കിൻ്റെ ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കും നാസാരന്ധ്രം. നാസിക എന്ന് പറയുന്നത് മൂക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് നാസാരന്ധ്രം, മൂക്കിൻ്റെ ഓപ്പണിങ്. ഓക്കെ, അപ്പോൾ വായു ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണേത്? നാസാരന്ധ്രം. അവിടെ തന്നെ ധർമ്മം പഠിച്ചു. നിങ്ങൾ ധർമ്മം പഠിച്ചു കഴിഞ്ഞു. എന്താണ് നാസാരന്ധ്രം എന്ന് പറഞ്ഞാൽ? എന്താണ്? വായു ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണേത്? നാസാരന്ധ്രം. ഓക്കെ അല്ലേ? ജസ്റ്റ് ഓപ്പണിങ് മാത്രം, നിങ്ങളുടെ മൂക്കിൻ്റെ ഓപ്പണിങ് മാത്രമാണ് നാസാരന്ധ്രം. അപ്പോൾ നിങ്ങൾ വലിച്ച ശ്വാസം, നിങ്ങൾ വലിച്ചെടുത്ത എയർ മൂക്കിൻ്റെ ദ്വാരം കഴിഞ്ഞാൽ പിന്നെ മൂക്കിൻ്റെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് അല്ലേ? മൂക്കിൻ്റെ ദ്വാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുള്ളിലേക്ക് ആ സ്പേസിനെ വിളിക്കും നാസാഗഹ്വരം. ഇതിന് നാസാഗഹ്വരം. ഈ നാസാഗഹ്വരം നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്നു. ഗ്രസനി എന്ന് പറയുന്നത് നമ്മുടെ വായ കഴിഞ്ഞു വരുന്ന പേശി നിർമ്മിതമായ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഗ്രസനി. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഭക്ഷണത്തിൻ്റെ കേസ് പാത്വയൊക്കെ നിങ്ങൾ പഠിച്ച ആൾക്കാരാണ് അല്ലേ? നമ്മുടെ അന്നപദത്തിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് എന്തറിയാം? ഗ്രസനി അറിയാം. ഓക്കെ, അപ്പം നാസാരന്ധ്രം കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം ഏതാണ്? നാസാഗഹ്വരം. നാസാഗഹ്വരം എന്താ ചെയ്യുന്നത്? നാസാദ്വാരത്തെയും ഗ്രസനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാസാദ്വാരത്തെയും ഗ്രസനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആളാണ് ആര്? നാസാഗഹ്വരം. കിട്ടിയല്ലോ. ഇനി അടുത്തത് ശ്വാസനാളം.
അപ്പം മൂക്കിൻ്റെ ദ്വാരം കഴിഞ്ഞു, നാസാരന്ധ്രം കഴിഞ്ഞു. പിന്നെ വരുന്നത് മൂക്കിൻ്റെ ഉള്ളിലത്തെ ആ പാത്വേ, ആ സ്പേസിനെ വിളിക്കും നാസാഗഹ്വരം എന്ന് വിളിക്കും. നാസാഗഹ്വരം നാസാദ്വാരത്തെയും അതുപോലെ തന്നെ ഗ്രസനിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളാണ്, ബന്ധിപ്പിക്കുന്ന ആളാണ്. അപ്പം അത്രയും കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം ശ്വാസനാളം. എന്താണ്? ശ്വാസനാളാണ് പിന്നെ വരുന്നത്. നിങ്ങൾക്ക് കാണാം അവിടെ നമ്മുടെ ശ്വാസനാളം എന്ന് പറയുന്നത് കുറച്ച് താഴത്തേക്ക് അല്ലേ, നമ്മുടെ താഴത്തേക്ക് ഒരു വൈറ്റ് കളറിൽ റിങ് സി ഷേപ്പിലുള്ള റിങ് കാണുന്ന ഭാഗമാണ് ഇത് ശ്വാസനാളം. ഓക്കെ, ആ ശ്വാസനാളം എന്ന് പറയുന്നത് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണ്. എന്തത്? ശ്വാസനാളം കേട്ടോ. ശ്വാസനാളം എന്ന് പറയുന്നത് എന്താണ്? സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണത്. ഗ്രസനിയുടെ തുടർച്ചയാണ് ഇത് ശ്വാസനാളം. അതായത് ഭക്ഷണവും അതുപോലെ നിങ്ങൾ വലിച്ചെടുക്കുന്ന എയറും വായുവും കടന്നു പോകുന്ന ഒരു കോമൺ ആയിട്ടുള്ള സ്പേസ് ഉണ്ട് നമുക്ക്. ആ കോമൺ സ്പേസ് ആണ് ഏത്? ഗ്രസനിയുടെ തുടർച്ചയാണ് ഏത്? ശ്വാസനാളം. ശ്വാസനാളത്തിൽ എന്ത് കാണപ്പെടുന്നു? സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നു. ഈ സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ നമ്മളെ എന്തിനു സഹായിക്കുന്നു? എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നേ? ഇത് നമ്മുടെ ശ്വാസനാളത്തെ ബലപ്പെടുത്താൻ സഹായിക്കുന്നു. മനസ്സിലായോ? ഗ്രസനിയുടെ തുടർച്ചയാണ് ശ്വാസനാളം. പലതവണ പറഞ്ഞു, അപ്പോൾ പലതവണ നിങ്ങളും പറഞ്ഞ് അത് മനസ്സിൽ ഉറപ്പിക്കുക. ഇനി ഈ ശ്വാസനാളം കുറച്ചുകൂടെ താഴേക്ക് പോകുമ്പോൾ രണ്ടായി പിരിഞ്ഞു അല്ലേ? ശ്വാസനാളം താഴത്തേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്തു? രണ്ടായി പിരിഞ്ഞു, രണ്ട് പാർട്ടായി മാറി അല്ലേ? ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. അപ്പോൾ ശ്വസനി എന്ന് പറയുന്നത് ശ്വാസനാളത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് അല്ലേ? ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് ഇത് ശ്വസനി. അപ്പം നമുക്ക് നോക്കാം. ശ്വസനി ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകൾ. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് ഇത്? ശ്വസനി. ഇരു ശ്വാസനാളങ്ങളിലേക്കും നിങ്ങൾക്ക് കാണാം, ഇരു ശ്വാസകോശങ്ങളിലേക്കും, രണ്ട് ശ്വാസകോശങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ എവിടെ കാണാം? നിങ്ങളുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് കാണാം, ഔരസാശയത്തിൽ കാണാം. നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തെ വിളിക്കും ഔരസാശയം. ഓക്കെ, അപ്പോൾ ഔരസാശയത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് രണ്ട് ശ്വാസകോശങ്ങൾ കാണാം. ഇരു ശ്വാസകോശത്തിലേക്കും എന്ത് കയറിപ്പോകുന്നു? നമ്മുടെ ശ്വസനി കയറിപ്പോകുന്നു. ശ്വാസനാളം രണ്ട് ശാഖകളായി പിരിഞ്ഞു. ചിത്രം നോക്കണേ. ശ്വാസനാളം രണ്ട് ശാഖകളായി പിരിഞ്ഞു. ഓരോ ശാഖയും ഓരോ ശ്വാസകോശത്തിനകത്തേക്ക് കയറിപ്പോകുന്നു. ഇത്രയും മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം. നാസാരന്ധ്രം അല്ലേ? നാസാരന്ധ്രം, അത് കഴിഞ്ഞ് നാസാഗഹ്വരം, പിന്നെ ശ്വാസനാളം, പിന്നെ ശ്വസനി അല്ലേ? ശ്വാസനാളം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ശ്വസനി കഴിഞ്ഞാലോ? ശ്വസനി വീണ്ടും എന്താവുമെന്നറിയോ? കുറേ ബ്രാഞ്ചുകളായി മാറും. ശ്വസനി വീണ്ടും എന്ത് ചെയ്യും? കുറേ ശാഖകളായിട്ട് മാറും. ആ ശ്വസനിയുടെ ചെറിയ ചെറിയ ശാഖകളെ വിളിക്കുന്ന പേരാണ് ശ്വസനിക. ശ്വസനിക. അപ്പം ശ്വസനിയുടെ ശാഖ ആൽവിയോളസുകളിലേക്ക് തുറക്കുന്നു. ശ്വസനിയുടെ ശാഖ പിന്നീട് എങ്ങോട്ടാണ് തുറക്കുന്നത്? ആൽവിയോളസുകളിലേക്ക് തുറക്കുന്നു. ആൽവിയോളസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നാസാരന്ധ്രം കഴിഞ്ഞ്, നാസാഗഹ്വരം കഴിഞ്ഞ്, ശ്വാസനാളം കഴിഞ്ഞ്, ശ്വസനി കഴിഞ്ഞ്, ശ്വസനികയും കഴിഞ്ഞ് ഏറ്റവും അവസാനം കുഞ്ഞു ബലൂൺ പോലെ ഒരു കുഞ്ഞു റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ശ്വാസകോശത്തിനകത്ത് നിറച്ചിരിക്കുന്ന സാധനമാണ് ഇത് ആൽവിയോളസുകൾ. ഈ ആൽവിയോളസുകളിലേക്കാണ് ഈ ഓരോ ശ്വസനികയും എന്ത് ചെയ്യുന്നത്? ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ശ്വസനികയുടെ അവസാനം എവിടെയാണ്? ആൽവിയോളസുകളിലാണ്. മനസ്സിലായോ? അപ്പോൾ ശ്വസനിയുടെ ശാഖ എങ്ങോട്ട് തുറക്കുന്നു? ആൽവിയോളസുകളിലേക്ക് തുറക്കുന്നു. ഇത്രയും മനസ്സിലായോ? ശ്വസനികയുടെ ശാഖ എങ്ങോട്ട് തുറക്കുന്നു? ആൽവിയോളസുകളിലേക്ക് തുറക്കുന്നു മക്കളെ. ഇനി നോക്കിക്കോ, നമ്മുടെ ശ്വാസകോശം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നല്ലേ? അതുകൊണ്ട് തന്നെ അതിനെ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ഇരട്ട സ്തരം അല്ലെങ്കിൽ ഒരു കവറിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലമാണ് ആര്? പ്ലൂറ. പ്ലൂറയുടെ ഉള്ളിൽ ഒരു പ്ലൂറാദ്രവമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അതും എന്തിനു തന്നെയാണ്? ശ്വാസകോശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞു പ്ലൂറ എന്ന് പറയുന്നത് ഇരട്ട ഭിത്തിയുള്ള ഒരു ആവരണമാണ്.
2 ലെയർ ഉണ്ട് അതിന്. ഈ 2 ലെയറിനിടക്ക് കാണുന്ന ദ്രാവകമാണ് പ്ലൂറാ ദ്രവം, അതായത് പ്ലൂറാ ഫ്ലൂയിഡ് എന്നും പറയും. ഓക്കെ, ഇത് ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ഏത്? നമ്മുടെ പ്ലൂറ. അപ്പോൾ ശ്വാസകോശത്തിൻ്റെ ആവരണത്തെ എന്ത് വിളിക്കുന്നു? പ്ലൂറ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ഇനി നിങ്ങളുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞു എന്ത് വിളിക്കും? ഔരസാശയം എന്ന് വിളിക്കും അല്ലേ? നിങ്ങളുടെ ചെസ്റ്റ്, അതായത് നിങ്ങളുടെ ശ്വാസകോശമുള്ള ഭാഗത്തെ എന്ത് വിളിക്കുന്നു? ഔരസാശയം എന്ന് വിളിക്കുന്നു. അതേസമയം നിങ്ങളുടെ സ്റ്റൊമക്കിൻ്റെ ഭാഗത്തെ എന്ത് വിളിക്കും? അതായത് നിങ്ങളുടെ വയറിൻ്റെ ഭാഗത്തെ എന്ത് വിളിക്കും? ഉദരാശയം എന്ന് വിളിക്കും അല്ലേ? എന്ത് വിളിക്കും? ഉദരാശയം എന്ന് വിളിക്കും. നെഞ്ചിൻ്റെ ഭാഗത്തെ ഔരസാശയം എന്നും വയറിൻ്റെ ഭാഗത്തെ ഉദരാശയം എന്നും വിളിക്കും. ഇതിനെ രണ്ടിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണം. അതായത് ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കണം. അങ്ങനെ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന ആളാണ് അവിടെ കൊടുത്തിരിക്കുന്ന, ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഡയഫ്രം. മനസ്സിലായോ? ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന ആളാണ് നമ്മുടെ ചിത്രത്തിൽ അവിടെ കാണിച്ചിരിക്കുന്ന ഡയഫ്രം. ഇതൊരു പേശീ നിർമ്മിത ഭിത്തിയാണ്. അപ്പോൾ ഡയഫ്രം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതണം? ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശീ നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം എന്നെഴുതണം. മനസ്സിലായോ? ഇനി നോക്കിക്കോ, ഏറ്റവും അവസാനം നമ്മുടെ ശ്വസനിക കയറിപ്പോകുന്ന ഏറ്റവും അവസാനത്തെ നമ്മുടെ ശ്വാസനാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ വ്യക്തിയാണ് നമ്മുടെ ആൽവിയോളസ്. ഓക്കെ, ആൽവിയോളസുകൾ. ഈ ആൽവിയോളസുകളെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് തൊട്ടടുത്ത സ്ലൈഡിലുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ ആൽവിയോളസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷേപ്പിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ ആൽവിയോളസ് ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോല സ്തരാറകൾ, അതായത് ശ്വസനികകളുടെ അറ്റത്ത് കാണപ്പെടുന്ന നല്ല ഇലാസ്റ്റിസിറ്റി എന്തിനാ? എയർ വരുന്ന സമയത്ത് വീർത്തിരിക്കാനും എയർ പോകുന്ന സമയത്ത് ചുരുണ്ടിരിക്കാനും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഇലാസ്തികതയുള്ള ആൾക്കാരായിരിക്കണം ആര്? ഈ ആൽവിയോളസ് എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടെ നോക്കാം. ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോല സ്തര അറകളാണ് ആര്? ആൽവിയോളസുകൾ. മനസ്സിലായോ? വളരെ നേർത്ത സ്തരാറകളാണ് ഇത് ആൽവിയോളസുകൾ. ഇവയുടെ ഉപരിതലത്തിൽ വലക്കണ്ണികൾ പോലെ ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നു. നിങ്ങൾക്ക് അവിടെ കാണാം കുറേ നെർവ്സ് സ്മോൾ ആയിട്ട് കുറേ എന്ത് കാണാം? രക്തലോമികകൾ കാണപ്പെടുന്നുണ്ട്. രക്തലോമിക എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആൽവിയോളസിൻ്റെ ഉപരിതലത്തിൽ വലക്കണ്ണികൾ പോലെ ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നുണ്ട്. മനസ്സിലായോ? ഇരു ശ്വാസകോശങ്ങളിലുമായി ഏകദേശം 70 കോടി ആൽവിയോളസുകളുണ്ട്. ഒന്നും രണ്ടും അല്ല. എത്രയുണ്ട്? 70 കോടി ആൽവിയോളസുകളുണ്ട്. നിങ്ങളുടെ ശ്വസനികകൾ കഴിഞ്ഞു വരുന്ന ഈ റൗണ്ട് ഷേപ്പിലുള്ള സ്മോൾ സ്ട്രക്ചറാണ് ആൽവിയോളസ്. ഏകദേശം 70 കോടി ആൽവിയോളസുകളുണ്ട്. ആൽവിയോളസുകളുടെ പ്രതല വിസ്തീർണം എന്ന് പറയുന്നത് ഏകദേശം 70 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അതായത് 70 ചതുരശ്ര മീറ്റർ. മനസ്സിലായോ? അപ്പോൾ ഏകദേശം ആൽവിയോളസുകളുടെ പ്രതല വിസ്തീർണം എന്ന് പറയുന്നത് ഏകദേശം 70 മീറ്റർ സ്ക്വയർ ആണ്. ഇവ എന്താ അതിൻ്റെ ഡ്യൂട്ടി? ഇവ ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിച്ച് വാതക വിനിമയം കാര്യക്ഷമമാക്കുന്നു. ഇവ എന്ത് ചെയ്യുന്നു? ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കും. എന്നിട്ടോ വാതക വിനിമയം, അതായത് ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ്? ഓക്സിജൻ വലിച്ചെടുത്ത് അതിൻ്റെ ട്രാൻസ്മിഷൻ നടക്കണം അല്ലേ? കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കണം. അതുപോലെ കോശശ്വസനം നടത്തി കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് കളയണം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഗ്യാസ് എക്സ്ചേഞ്ച്, വാതക വിനിമയം കാര്യക്ഷമമാക്കുന്ന ആളാണ് ആര്? ആൽവിയോളസ്. മനസ്സിലായോ? അപ്പം വാതക വിനിമയം നടത്തുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി? ആൽവിയോളസിൻ്റെ ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ പ്രതല വിസ്തീർണം ആൽവിയോളസിന് വളരെ കൂടുതലാണ്. ഇത്രയും മനസ്സിലായോ? പ്രതല വിസ്തീർണം ആർക്ക് കൂടുതലാണ്? ആൽവിയോളസുകൾക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. മനുഷ്യനിലെ ശ്വസനപ്രതലം ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോല സ്തരാറകളായ ആൽവിയോളസുകളാണ്. അപ്പോൾ ഏതാ മനുഷ്യൻ്റെ ശ്വസനപ്രതലം എന്ന് പറയുന്നത്? ആൽവിയോളസുകളാണ്. ആൽവിയോളസുകളുടെ ഉപരിതലത്തിൽ ധാരാളം എന്തുണ്ട്? രക്തലോമികകളുണ്ട്. വാതക വിനിമയം നടക്കുന്നത് ഇവിടെയാണ്.
ഇവ ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു. അതായത് ആൽവിയോളസുകളെ കുറിച്ച് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൽവിയോളസുകൾ, അതിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ ഇത് എഴുതണം. എന്തെന്നാ, മനുഷ്യനിലെ ശ്വസന പ്രതലമാണ് ഇത് ആൽവിയോളസ്. ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്നു. ഇലാസ്തികതയുള്ള അതിലോല സ്തരാറകളാണ്. ആൽവിയോളസുകളുടെ ഉപരിതലത്തിൽ ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നുണ്ട്. വാതക വിനിമയം നടക്കുന്നത് ഇവിടെയാണ്. ആൽവിയോളസുകൾ എന്ത് ചെയ്യുന്നു? ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു. മനസ്സിലായോ? ഇനി അന്തരീക്ഷ വായു നാസാരന്ധ്രത്തിലൂടെ, അതായത് നിങ്ങളുടെ മൂക്കിനുള്ളിലേക്ക് കടന്ന് ആൽവിയോളസിൽ എത്തുന്നത് വരെയുള്ള ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് എഴുതാൻ ഇത് എക്സാമിന് വരാം. ഓക്കെ, ഒരു ഫ്ലോ ചാർട്ട് എഴുതാൻ വേണ്ടി തന്നാൽ നമ്മൾ എങ്ങനെ എഴുതണം അത് നമുക്ക് നോക്കാം. നാസാരന്ധ്രങ്ങൾ, ആദ്യത്തെ ആളാരാണ്? നാസാരന്ധ്രങ്ങൾ. പിന്നെ ആരിലേക്ക് പോവും? നാസാഗഹ്വരം, അതായത് മൂക്കിൻ്റെ അടക്കുള്ള പാസേജ്. പിന്നെ ശ്വാസനാളം. ശ്വാസനാളം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം സി ഷേപ്പുള്ള റിങ് കൊണ്ട് ശക്തിപ്പെടുത്തിയ ഭാഗം. ശ്വാസനാളം 2 ബ്രാഞ്ചായി. ഏതാണത്? ശ്വസനി. അപ്പം നാസാരന്ധ്രം, നാസാഗഹ്വരം, ശ്വാസനാളം, ശ്വസനി, ദെൻ ശ്വസനിക, ആൽവിയോളസ്. ഓക്കെ, ശ്വസനിക കഴിഞ്ഞിട്ട് എന്ത് വരും? ആൽവിയോളസ് വരും. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ എയർ വലിച്ചെടുക്കുന്ന സമയത്ത്, നിങ്ങൾ ഉച്ഛ്വാസം നടത്തുന്ന സമയത്ത് എയർ കടന്നു പോകുന്ന, വായു കടന്നു പോകുന്ന പാത്ത് വേ ആണ് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആണോ? നമുക്കിനി നെക്സ്റ്റ് പാർട്ടിലേക്ക് പോയിക്കൂടെ? നമുക്ക് നോക്കാം. നിങ്ങൾ കായിക വിനോദങ്ങളിലും വ്യായാമങ്ങളും ഏർപ്പെടാറുണ്ട് അല്ലേ? നിങ്ങൾ ഓടിച്ചാടി കളിക്കുന്ന കുട്ടികളാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ വെന്റിലേഷൻ നിരക്കിൽ മാറ്റം വരുന്നുണ്ടോ? എന്താ വെന്റിലേഷൻ? ശ്വാസോച്ഛ്വാസം തന്നെ. അതായത് നിങ്ങൾ ഉള്ളിലേക്ക് ശ്വാസം വലിക്കുന്നു, നിങ്ങൾ പുറത്തേക്ക് വിടുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കും വെന്റിലേഷൻ എന്ന്. ഓക്കെ, അതായത് സിമ്പിളായി പറഞ്ഞ ശ്വാസോച്ഛ്വാസം. ഈ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെന്റിലേഷൻ എന്ന് പറയുന്നത്, ശ്വാസോച്ഛ്വാസത്തിന് നമ്മൾ ഏറ്റവും കോമൺ ആയി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. ഓക്കെ, കുറച്ചുകൂടി വൈൽഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഏത്? വെന്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വെന്റിലേഷൻ എന്ന് നോക്കാം. അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും തിരിച്ചുമുള്ള വായുവിൻ്റെ സഞ്ചാരമാണ് വെന്റിലേഷൻ. നിങ്ങൾ ശ്വാസകോശത്തിലേക്ക് വലിച്ചെടുക്കുന്നു വായു, അതുപോലെ അതിനെ പുറത്തു വിടുന്നു. ഈ പ്രവർത്തനമാണ് ഏത്? വെന്റിലേഷൻ. ഇനി നിങ്ങൾ ഒന്ന് ഓടിച്ചാടി കളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കായിക വിനോദങ്ങളിലും വ്യായാമങ്ങളിലും ഒക്കെ ഏർപ്പെടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പേശി പ്രവർത്തനം കൂടുമല്ലേ? നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കുന്നില്ലേ ആ സമയത്ത്? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേശികൾക്ക് കൂടുതൽ എന്ത് വേണം? ഊർജം വേണം. ഊർജം കൂടുതൽ വേണ്ടതിനാൽ ഓക്സിജൻ്റെ ആവശ്യകത വർദ്ധിക്കും. കൂടുതൽ ഓക്സിജൻ വേണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ശ്വസിക്കണം. അതിന് ഓക്സിജൻ്റെ ആവശ്യകത വർദ്ധിക്കും അല്ലേ? കൂടാതെ ശരീരത്തിൽ നിന്ന് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോവും വേണം. ഓക്സിജൻ കൂടുതൽ വലിച്ചെടുത്തു, നിങ്ങളുടെ ശ്വാസോച്ഛ്വാസ സ്പീഡിൽ നടന്നു എന്ന് വെച്ചാൽ കോശശ്വസനം കൂടുതൽ സ്പീഡിൽ നടന്നു. അപ്പോൾ പുറത്ത് എന്ത് റിസൾട്ടായിട്ട് അവിടെ ഫോം ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഫോം ചെയ്യും. അതിനെ പുറന്തള്ളണ്ടേ? അപ്പോൾ ഉള്ളിലേക്ക് വലിക്കുകയും വേണം, പുറത്തേക്ക് കളയും വേണം. ഈ 2 പ്രവർത്തനവും സ്പീഡിൽ നടക്കണം. അതായത് വെന്റിലേഷൻ സ്പീഡാവും. അതിനാലാണ് ശ്വസന പ്രക്രിയയിലെ ആദ്യഘട്ടമായ ശ്വാസോച്ഛ്വാസത്തിൻ്റെ നിരക്ക് നിങ്ങൾ വ്യായാമത്തിൽ ഏർപ്പെടുമ്പോഴും അല്ലെങ്കിൽ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴും കൂടുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും എൻ്റെ മക്കൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഇത് വളരെ ഈസി ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ വെന്റിലേഷൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല വൃത്തിയിൽ പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക? ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ.